ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പം എന്നും തിരക്കാണ്. ഞാൻ തിരക്ക് എല്ലാ വീഡിയോയിലും പറയലുണ്ടല്ലേ തിരക്കാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടയ്ക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതുകൊണ്ടേ രാവിലെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കേട്ടോ കടയിൽ കൊണ്ടുപോകാനുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ കുപ്പിയിലിട്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഞാനൊരു ചായൻ്റെത് കാണിക്കലുണ്ടല്ലോ, ഈ കോഫി പൗഡറല്ല ടീ പൗഡറാണ് കേട്ടോ. ആ ഒരു പൗഡർ ഇട്ടിട്ട് ചായ ഉണ്ടാക്കുകയാണെങ്കിലേക്ക് പാൽപ്പൊടിയും അല്ലെങ്കിൽ പഞ്ചസാര ചായപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് കടയിൽ നമ്മൾ മെഷീൻ ചായ ഉണ്ടാക്കി കൊടുക്കൂലേ അതിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള പൗഡറാണ്. അപ്പോൾ അത് നമ്മളവിടെ വെക്കലില്ല. മധുരമില്ലാത്ത ചായ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഷുഗർ ആഡ് ചെയ്യാത്ത പൗഡറാണ് നമ്മൾ അവിടെ കൊടുക്കണം കേട്ടോ. പിന്നെ മധുരം വേണമെന്ന് പറയുന്നവർക്ക് മധുരം നമ്മൾ ഇട്ട് കൊടുക്കും, പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പം ഇതവിടെ അങ്ങനെ വെറുതെ കിടക്കേനെ. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നതേനെ. അപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കാൻ സുഖമാണ്. പാലും വേണ്ട, ചായപ്പൊടിയും വേണ്ട, പഞ്ചസാരയും വേണ്ട. തിളച്ച വെള്ളത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ചായ ആയി. അപ്പം അങ്ങനെ ചായയൊക്കെ റെഡിയാക്കിട്ടോ. ചായ ഐഫക്കുട്ടിക്കും ഉളപ്പച്ചിക്കും ചായ കൊടുക്കുന്നുണ്ട്. ഷുഗർ ഉള്ളവർക്കൊന്നും കുടിക്കാൻ പറ്റില്ല, നല്ല മധുരമാണിത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുടിക്കുകയാണെങ്കിലും കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ആണ് കേട്ടോ ആക്കൽ. അപ്പോൾ അങ്ങനെ അവർക്ക് ചായക്ക് കൊടുത്തു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് പാലപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. പാലപ്പത്തിൻ്റെ മാവ് ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താണ്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ കുഞ്ഞു അപ്പാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ ഇങ്ങനെ ചുട്ടാണ്ട് ഒരു ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒരു 2-3 ട്രിപ്പ് ചുട്ടെടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പായതുകൊണ്ട്. അതേപോലെ ഓയിൽ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ ഇത് ഈ കുഴി നിറയോളം ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഒരു അര ഭാഗം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ കുറേശ്ശെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും. ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും. പിന്നെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം പിന്നെ നല്ലോണം ഇങ്ങോട്ട് മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ മൊരിച്ചെടുക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ സ്നാക്സൊക്കെ ആയിട്ട് ഇപ്പോൾ 4 മണി ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കും ചെയ്യാം. അതേപോലെ തന്നെ മധുരം വേണ്ടവർക്ക് മാവുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. എന്നാലും കറി വേണമെന്നില്ല. ഇതിപ്പം ഞാനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്, ചട്നീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. നല്ല ചൂടിൽ എണ്ണ നല്ല ചൂടുമാണ് കേട്ടോ. ആ ഒരു ചൂടിൽ തന്നെ നമ്മളിത് കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കൊന്നുമില്ല. അതേപോലെ കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഞാൻ ഇതുപോലെ മാവൊക്കെ കോരി ഒഴിച്ചാണ്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടേ നമ്മൾ കടയ്ക്ക് വീഡിയോ കണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞാണ്ട് ചില കൂട്ടുകാരൊക്കെ വരാറുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതിനൊരു 2-3 ആൾക്കാരങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും എന്നാലും നമ്മളടുത്തുള്ള ആളുകളൊക്കെ ചില ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ കട തുറന്നത് ഈ ഒരു വീഡിയോയിലൂടെയാണ്. നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കട തുറന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് വരലുണ്ട് കേട്ടോ. അതേപോലെ ചിലർ വിളിക്കലും ഉണ്ട്, നെയ്യപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, നമുക്ക് ആ ഓർഡറിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഫുഡ് വെറുതെ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, ഞാൻ ഒരുപാട് അങ്ങനെ മാവൊന്നും ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ. കുറേശ്ശെ മാവ് ഉണ്ടാക്കലുള്ളൂ. അത് ചുട്ട് കൊടുക്കും. ചിലപ്പോൾ ലൈവായിട്ടാണ് നമ്മൾ ചുട്ട് കൊടുക്കുക. കാരണം ഒരു വന്ന് ഇപ്പോൾ 8 നെയ്യപ്പം വേണമെന്നോ അല്ലെങ്കിൽ 5 നെയ്യപ്പം വേണം, 10 നെയ്യപ്പം വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ 2 ചട്ടിയിലാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കൊടുക്കാനും പറ്റും. കട്ട്ലേറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകല്. അല്ലാത്തതൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു 3 മണിക്കാണ് നമ്മളവിടെ കട തുറക്കുക. 3 മണി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3:15 ആവും. അതേപോലെ മരുഭാഗം കൊടുക്കുമ്പോഴത്തേന് അടക്കുകയും ചെയ്യും. അപ്പോൾ അത്ര ടൈമുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ എണ്ണ പലഹാരങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതല്ല കേട്ടോ, ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. തലേ ദിവസം പറയണമെന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഇന്നൊക്കെയുള്ള ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ഒരു ഗതികേടാണ്. കാരണം നമ്മുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വേണ്ടേ. അതേപോലെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ കുറച്ച് തലേ ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് നല്ല ഉഷാറായിട്ട് തന്നെ ആ ഒരു സമയത്തിന് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിനി അത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചട്നി ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മളെ ദോശക്കും ഇഡ്ലിക്കൊക്കെ അതിനും പറ്റും. അതേപോലെ കുറച്ച് പുളി, ചെറിയൊരു 2-3 കുരു പുളി കേട്ടോ, കുരു കളഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുല്ല പുളിയാണെങ്കിൽ കുരു കളയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ജാറ് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താ കുരുള്ളതാണെങ്കിൽ കളയാം കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തു, വഴറ്റി കൊടുത്തു, കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇനി ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു തക്കാളി കേട്ടോ, അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെറിയ ഉള്ളി ചേർത്തില്ല, അതിന് പകരം സവാള ചേർത്താലും മതി കേട്ടോ. അങ്ങനെ ഒക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ ചട്നിക്ക്. പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം ഇങ്ങോട്ട് ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു മസാലയിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടും അതേപോലെ ആ ഒരു തേങ്ങൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറേ നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പോൾ അത്ര മതി. ഇനി ചൂടാറിയിട്ട് ജാറിലിട്ടുണ്ട് നമുക്ക് അരച്ചെടുത്ത് ചട്നി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചുട്ട് കഴിഞ്ഞു. അതേപോലെ ചട്നിക്കുള്ളതും ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. നല്ല ചൂടുണ്ട് കേട്ടോ നമ്മളെ ചട്ടി. അപ്പോൾ ഒന്നും കൊണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതുകൊണ്ടേ പിന്നെ നമ്മളിത് കടുക് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം വെളിച്ചെണ്ണയിൽ വഴറ്റിയതാണ്. എന്നാലും ഒന്നും ഇങ്ങോട്ട് കടുക് പൊട്ടിച്ചെടുത്താൽ ഒരു കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദോശൻ്റെ ചട്നീൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഇതേപോലെ ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാട്ടോ. അതിന് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അതേപോലെ വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ അത് അരച്ച് ഞാനൊരു ബൗൾക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വറവിട്ടെടുക്കുകയും ചെയ്തിട്ടോ, വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ ചട്നി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ചോറ് റിച്ച് മോൻക്ക് സ്കൂൾ കൊണ്ടുപോകാൻ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടേന് എന്നോട്. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ. എന്നാൽ പിന്നെ കടിപിടി ഒടിയാണ്ട് ഇപ്പം തന്നെ ചോറ് ഉണ്ടാക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാതിരുതി. പിന്നെ വൈകുന്നേരം വന്നാലും ചോറുണ്ടാക്കണം. രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് ചിലപ്പോൾ ചീത്തയാവും ചോറ്. റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ടേ വൈകുന്നേരം ചിലപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് നിന്നിട്ട് ആക്കം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേന് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ റിച്ച് മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ ഓനക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഈ ഒരു അപ്പം പാത്രത്തിലിട്ട് കൊടുത്തു. അതേ പറഞ്ഞു കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ. കാര്യം രാവിലെ സ്കൂൾക്ക് പോകുന്ന കുട്ടികൾക്ക് അധികം അപ്പത്തിനോടാവും ഇഷ്ടം. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും വല്ലാതെ പോവില്ല. അപ്പമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പങ്ങളൊക്കെ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ട്. ദോശമാവ് കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. പാലപ്പത്തിൻ്റെ മാവിന് മാത്രമല്ല ദോശമാവ് കൊണ്ടും ഉണ്ടാക്കുക. ആ മാവക്ക് ഇഞ്ചിയും അതേപോലെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചാണ്ട് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ആ മാവക്ക് ഒഴിച്ചു കൊടുത്താണ്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യലുണ്ടല്ലോ. എനിക്ക് വാട്സപ്പിൽ തന്നെ ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇനി ഫോട്ടോ അയച്ചു തരണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഫോട്ടോ അയച്ച് അതെന്താ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുമോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടീനി ഞാൻ അങ്ങനെയൊക്കെ.
അപ്പോൾ റിച്ചുവിനുള്ളതായിട്ടോ. പിന്നെ വേറെ പാത്രത്തിൽ ഞാൻ കറി കൊടുക്കാത്ത എന്താ വെച്ചാൽ ഓനക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ആ ഒരു ഇനിയിപ്പോൾ എന്ത് കൊണ്ടുപോവുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ മതി കൂട്ടാൻ അറിയാം. അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് അമ്മച്ചേ കഴിക്കാനെന്ന് പറയാം. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. അങ്ങനെ ഓനെ പറഞ്ഞയച്ചു. ഇനിയിപ്പോൾ തന്നെ ചോറും അടുപ്പത്തിടട്ടെ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുക. അപ്പോൾ ആ നേരം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് വേറെയും ഓരോ പണികളങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ കൂടെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയണില്ല. ഒന്നാമത് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഫോണിൽ നിൽക്കണില്ല കേട്ടോ. ഈ ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളായിട്ടേ. അങ്ങനെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ്. വലിയ വലിയ വീഡിയോസ് എടുത്ത് ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്സ് ഇടും. ഇപ്പോൾ പിന്നെ ഷോർട്സൊക്കെ കുറവായിക്കുന്നുണ്ടല്ലേ. അപ്പോൾ സ്പേസ് ഉണ്ടാവില്ല ഫോണിൽ. അപ്പോൾ അങ്ങനെ വലിയ ലോങ് വീഡിയോ ആയിട്ട് ഇടാത്തതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. മിഞ്ഞാന്നൊക്കെ ഇട്ട വീഡിയോക്ക് ലെങ്ത് വളരെ കുറവല്ലേ. അപ്പോൾ ഇതാ ഞാനിനി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പൊക്കവട ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ പറയലുണ്ടല്ലോ, നമുക്ക് ഓരോ ദിവസത്തിനുള്ള മാവേ ഞാൻ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. മാവ് വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കലില്ല. അപ്പോൾ പൊക്കവടക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അതിക്കിടാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ മാവ് കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേന് ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. പിന്നെ പൊക്കവടക്കുള്ള മാവ് റെഡിയാക്കി വെച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തതല്ലേ, അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ, ഈ പരിപ്പ് വട. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനോട് പരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞതേനെ. അപ്പോൾ 1 കിലോ പരിപ്പാണ്. അത് മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ബാക്കിയാക്കിയിട്ടുള്ളൂ. ഒരു 100 ഉണ്ടാവും. അപ്പോൾ ഒരു 400 ഉണ്ടാവും കേട്ടോ ആ പരിപ്പ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് ചോറിന് കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ എളുപ്പക്കറിയാണ് കേട്ടോ ഇത്, പരിപ്പ് കറി. ഇത് അധിക ദിവസവും നമ്മളെ വീട്ടിൽ ഇതൊക്കെ തന്നെയാവും കറി, പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമാണ്, പരിപ്പും തക്കാളിയൊക്കെ. ഇത് നമ്മൾ രാവിലെ ചുടുന്ന ദോശ ഉണ്ടല്ലോ, അപ്പം ഉണ്ടല്ലോ, ചീയപ്പം, അത് തിന്നാൽ ആർക്കും മടുക്കൂല എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളവിടെ. ഈ പരിപ്പ് കറി കൂട്ടി ആർക്കും മടുപ്പുണ്ടാവലില്ല കേട്ടോ. എനിക്ക് എളുപ്പമാണ്. അപ്പം പരിപ്പ് കഴുകി കുക്കർക്ക് ഇട്ട് തക്കാളിയും അതേപോലെ പച്ചമുളകും സവാളയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ആ ഒരു നേരമൊക്കെ ആയപ്പോഴത്തേന് ചോറ് വെന്തു. അങ്ങനെ ചോറ് ഊറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് നെയ്യപ്പത്തിനുള്ള മാവ് വേണ്ടിനി. അപ്പോൾ ഞാൻ കുറച്ച് മാവേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ നെയ്യപ്പം ഞാൻ ചുട്ടപ്പം തന്നെ മുഴുവൻ കഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയിട്ട് ആദ്യം നെയ്യപ്പാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരിത്ത ഓർഡർ ചെയ്തിനി വിളിച്ചാണ്ട്, നിങ്ങളിന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് അപ്പം തന്നെ പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നെയ്യപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് മീൻ കൊണ്ടുവന്ന് നിൽക്കണം. അപ്പോൾ മീൻ നന്നാക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് കറി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ മീൻ നന്നാക്കാൻ നിൽക്കാമെന്ന് കരുതിട്ടോ. പിന്നെയുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ കട്ട്ലേറ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാനിത് അവിടെ പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള കറി തേങ്ങയൊക്കെ അരച്ച് തിളപ്പിച്ച് കറി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ വറവിട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറി റെഡിയായി. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതേപോലെ വലിയ പാത്രങ്ങളിൽ നിന്നൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ കറികളൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ കൗണ്ടർ ടോപ്പും അങ്ങനെ കാണൂല. എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. കുറേ പാത്രങ്ങൾ ഇങ്ങനെ വലിയ പാത്രങ്ങളേക്കാരം, എന്നിട്ട് അതിൽ കുറച്ച് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു ഗതികേടാണ്. അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ ഒഴിവാക്കി അതൊക്കെ അതിൻ്റെ അടിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി കമിഴ്ത്തിയേക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കുക്കറിൽ തന്നെ വേണം നമുക്ക് ഈ ഒരു കിഴങ്ങൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ട്ലേറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ ഞാൻ ഇതേപോലെ നല്ലോണം കഴുകി കഴിയുമ്പോഴത്തെ മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കൽ. പിന്നെ ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചിട്ടാണ്ട് വെള്ളമൊഴിച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. മുറിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ കുക്കർ പെട്ടെന്ന് നിറയും. അപ്പോൾ ഞാൻ ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ മുറിച്ചിട്ടാണ്ട് വേവിച്ചെടുത്താനുള്ള പ്രശ്നം എന്താ വെച്ചാൽ കിഴങ്ങ് ചെറുതായിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിനുള്ള മാവ് കുറച്ച് അഴിഞ്ഞ രീതിയിലാവും കിട്ടുക. പിന്നെ ഞാൻ കുറച്ച് റിസ്ക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ മാവ് അങ്ങനെ ടൈറ്റ് ആവും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഒക്കെ മുറിച്ചെടുത്ത് ഇനി കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ അതിനുള്ള ചിക്കനും ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കൽ. അതുകൊണ്ടാണ് കിഴങ്ങ് അത്ര നല്ല വൃത്തിക്ക് കഴുകി അതിൻ്റെ ആ ഒരു മണ്ണും ചെളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ വേവിച്ചെടുക്കും. അപ്പോൾ ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ആ ഒരു ആവിയിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. കൂടുതലുണ്ടായതുകൊണ്ടേ കുറച്ചാകുമ്പോൾ 2 വിസിലൊന്നും ചിലപ്പോൾ കിഴങ്ങ് വേവില്ല.
ഒരു 3 വിസിലൊക്കെ വേണ്ടി വരും. അങ്ങനെ ആ കുക്കർ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് മീൻ നന്നാക്കണം. അപ്പോൾ മീൻ ഇന്ന് കിട്ടിയിരിക്കുന്നത് അയിലയാണ് കേട്ടോ, നമുക്ക് ഉച്ചക്ക് ചോറിന് കൂട്ടാൻ. നമ്മുടെ ബാവുക്കാക്കൂന് ചോറ് കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ചോറിന് ഉപ്പേരി വേണം, കറി വേണം, അതേപോലെ പപ്പടം, ചമ്മന്തിയൊക്കെ വേണ്ടേനി. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ നിർബന്ധങ്ങളൊക്കെ നിന്നിക്കണം കേട്ടോ, കാരണം ഇപ്പോൾ നേരമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനും തന്നെ സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കലും ഉണ്ട്. അപ്പം ഇപ്പം ആ മീൻ മാത്രമേ ഒന്ന് പൊരിക്കണുള്ളൂ, ആ പരിപ്പ് കറി അത് മതിയിട്ടൊന്ന്. പിന്നെ ബാവുൻ്റെ വക സ്പെഷ്യലായിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അവിൽ മിൽക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ബാവു അവിൽ മിൽക്ക് ഉണ്ടാക്കിയാൽ. ഇതിൽ കടല, അതേപോലെ മസാല കടലല്ലേ അതും, പിന്നെ ഐസ്ക്രീമും, പിന്നെന്താ ബൂസ്റ്റ്, പിന്നെ പഴം അവിൽ, പൊരി അവിലില്ലേ അത്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇട്ടിക്കണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മളിങ്ങനെ കുഴങ്ങിയ സമയത്തൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാലേ ദാഹം മാറും, വിശപ്പും മാറും, ഒക്കെ മാറും. അപ്പോൾ എൻ്റെ മധുരം അധികമല്ല കേട്ടോ, കുറഞ്ഞ മധുരം ഇട്ടിട്ടുള്ളൂ. ഓർക്കൊക്കെ മധുരം ഇട്ടിക്കണ്. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ മീനിൽ മസാല തേച്ച് വെക്കണം. മീനൊക്കെ മസാല തേച്ച് വെക്കുന്നുണ്ട്. മീനിലൊക്കെ മസാല വെക്കണമൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കണതല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ അതൊന്നും കാണിക്കണില്ല കേട്ടോ. വേഗം മസാലയൊക്കെ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് മീനൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. തോനെ നേരമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും ടൈമില്ല, അപ്പം തന്നെ പൊരിച്ചെടുക്കും വേണം. പിന്നെ എന്നോട് ചിലവരൊക്കെ ചോദിക്കലുണ്ട്, എനിക്ക് ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയണമെന്നൊക്കെ. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. നേരെ മറിച്ച് ഇഷ്ടമല്ലെങ്കിൽ സമയമൊന്നും ഉണ്ടാവില്ല. എനിക്ക് കുക്കിംഗ് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സവാള കട്ട് ചെയ്യാനുള്ളതൊക്കെ ബാബു കട്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മീനും പൊരിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ സമൂസക്കും അതേപോലെ കട്ട്ലേറ്റിനൊക്കെ ഉള്ള മസാല റെഡിയാക്കണുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അന്നിടാനുള്ള വീഡിയോസും വേണം റെഡിയാക്കുക. ആദ്യമൊക്കെ പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഞാൻ വീഡിയോസൊക്കെ സെറ്റാക്കി വെക്കലുണ്ടേനി. ഇപ്പോൾ ഏത് സമയത്തും പണിയാണ്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ. അപ്പോൾ വൈകുന്നേരം അതാണിപ്പോൾ കുറേ കമൻസിനൊന്നും റിപ്ലൈ ഒന്നും കിട്ടാത്തത് കേട്ടോ. കുറച്ച് ദിവസം ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ വിചാരിക്കും ഒക്കെ കൂടെ എനിക്ക് കഴിയൂല, ചിലപ്പോൾ വിചാരിക്കും എനിക്ക് കഴിയുമെന്ന്. പിന്നെ എപ്പച്ചി മക്കളൊക്കെ ഹെൽപ്പിന് ഉണ്ടായതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. ഈ ചട്ടിയിൽ മീൻ പൊരിക്കുകയാണെങ്കിൽ എളുപ്പമാവും. കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള ചട്ടി കേട്ടോ അത്. അപ്പോൾ നല്ലോണം ചൂടായി കഴിഞ്ഞാലേ മീനൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ അടിയിൽ നമ്മളിവിടെ കട്ട്ലേറ്റ് റെഡിയാക്കുന്നുണ്ട് അതിന്. അപ്പോൾ കട്ട്ലേറ്റ് ഞാൻ പൊരിച്ചെടുക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കട തുറക്കാൻ വേണ്ടിയിട്ട് പോന്നു. അങ്ങനെ കടയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ വന്ന് അങ്ങനെ നമ്മൾ എണ്ണക്കടികളൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ അടുത്തുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മൾ ആ ബ്രെഡും സ്റ്റൂ അത് ഉണ്ടാക്കലില്ല കേട്ടോ, അതിന് വല്ലാതെ ചിലവില്ല. അപ്പോൾ എണ്ണപ്പലഹാരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിലുണ്ട്. അപ്പോൾ അതുണ്ടാക്കും. അതേപോലെ ഓർഡർ ഉള്ളതും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം നമ്മൾ കട തുറക്കണുള്ളൂ എന്നുള്ളത്. പിന്നെ കുറേ ഉണ്ടാക്കി വെച്ചാലേ ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ കയ്യിൽ. പിന്നെ കുറച്ച് നീളല്ലേ പറയുക, ഈ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കടികളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണും. എല്ലാം ഉണ്ടാക്കും, ഒക്കെ കുറച്ചീച്ചേ ഉണ്ടാക്കുള്ളൂ എന്നുള്ളൂ കേട്ടോ. പഴംപൊരി, അതേപോലെ നെയ്യപ്പം, പൊരിച്ച പത്തിരി, പിന്നെ കട്ട്ലേറ്റ്, സമൂസ, പരിപ്പുവട, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാറുണ്ട്. ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കലുള്ളൂ എന്നുള്ളൂ. അപ്പോൾ പരിപ്പുവട ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എനിക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ പരിപ്പുവടൻ്റെ റെസിപ്പി ഞാൻ നാളെ കാണിക്കുന്നുണ്ട്, നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ